തൃശൂർ പൂരം കലക്കലിൽ ADGP MR അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശ. അജിത് കുമാറിന് വീഴ്ച പറ്റിയെന്ന DGPയുടെ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിയും ശരിവെച്ചു. തുടർ നടപടിക്കായ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. ADGPക്കെതിരായ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. അതേസമയം ശബരിമല സന്നിധാനത്തേക്കുള്ള ADGPയുടെ വിവാദ ട്രാക്ടർ യാത്രയിൽ പത്തനംതിട്ട SP-യോടും ദേവസ്വം ബോർഡിനോടും ഹൈക്കോടതി വിശദീകരണം തേടി. അദ്ദേഹത്തിൻ്റെയും പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെയും സംബന്ധിച്ച് പോലീസിന് മുമ്പാകെ ഒരു അന്വേഷണ കമ്മീഷൻ നടത്തിയിട്ടുള്ള ചോദ്യത്തിന് വളരെ കൃത്യതയോടുകൂടി മറുപടി കൊടുത്തിട്ടുണ്ട്. ആ മറുപടിയിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. VS അനു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ADGP MR അജിത് കുമാറിനെതിരായ DGPയുടെ റിപ്പോർട്ടിലാണ് ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറി ഒരു ശുപാർശ കൂടി നൽകിയിരിക്കുന്നത്. ഗുരുതരമായ വീഴ്ചയാണ് ADGP MR അജിത് കുമാറിന് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായി ഉള്ള പ്രവർത്തനങ്ങൾ അറിഞ്ഞപ്പോൾ അദ്ദേഹം ഇടപെട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നുള്ളതായിരുന്നു DGPയുടെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിലാണ് നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആഭ്യന്തര സെക്രട്ടറി ബിശ്വാസ് സിൻഹ സർക്കാരിന് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇപ്പോൾ ശുപാർശ നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്നുള്ളതാണ് ഏതായാലും DGPയുടെ റിപ്പോർട്ടും അത് തുടർന്ന് ആഭ്യന്തര സെക്രട്ടറിയുടെ കുറിപ്പും ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഇക്കാര്യത്തിൽ കർശനമായ നടപടി വേണമെന്ന് CPI ഇന്ന് മന്ത്രി കെ രാജൻ പോലും അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. കാരണം തൃശ്ശൂരിലെ CPI സ്ഥാനാർത്ഥി VS സുനിൽകുമാറിൻ്റെ പരാജയത്തിൻ്റെ പ്രധാന കാരണം അന്ന് ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് എന്നുള്ള നിലപാടാണ് CPIക്കുള്ളത്. അതുകൊണ്ട് തന്നെ അന്ന് അവിടെ ആ പരാജയത്തിന് ഇടയാക്കിയ അല്ലെങ്കിൽ കാരണക്കാരിൽ ഒരാൾ MR അജിത് കുമാറിനെതിരെ നടപടി എടുക്കണം എന്നുള്ള നിലപാടിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകാൻ CPI തയ്യാറല്ല. അങ്ങനെയെങ്കിൽ MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് മറ്റൊരു വിഷയം കൂടി ഇന്ന് ഹൈക്കോടതിയിൽ വന്നു. അത് പ്രധാനമായും ശബരിമലയിൽ ട്രാക്ടറിൽ അദ്ദേഹം സന്നിധാനത്തേക്ക് സഞ്ചരിച്ചതുമായി ബന്ധപ്പെട്ടാണ്. ഇക്കാര്യത്തിൽ വളരെ ഗുരുതരമായ കടുത്ത പ്രയോഗത്തിലാണ് ഹൈക്കോടതി ഈ വിഷയത്തെ കണ്ടത്. സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് പ്രകാരം വലിയ രീതിയിലുള്ള വീഴ്ചയുണ്ടായി. മനഃപൂർവ്വമാണ് അദ്ദേഹം ഈ രീതിയിൽ ട്രാക്ടറിൽ സഞ്ചരിച്ചത്. നേരത്തെ തന്നെ ട്രാക്ടറിൽ സഞ്ചരിക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയതാണ്. ഇക്കാര്യത്തിൽ പത്തനംതിട്ട SP-യോടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോടും റിപ്പോർട്ടും ഇന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ വിഷയത്തിൽ ഉടൻ കൂടുതൽ നടപടികളിലേക്ക് ഹൈക്കോടതിയും കടക്കുന്നു. അങ്ങനെ MR അജിത് കുമാറിനെ സംബന്ധിച്ച് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണിന്ന്. അദ്ദേഹത്തിനെതിരായ ശുപാർശയും വന്നിരിക്കുന്നു. അതുകൂടാതെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് വിമർശനം ഉണ്ടായിരിക്കുന്നു.